സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവരുന്ന നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റാങ്ക് പ്രസിദ്ധീകരിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും നിയമനം നടത്തിയില്ല. മുഖ്യമന്ത്രിയടക്കം നേരിൽ കണ്ട് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് സമരം കടുപ്പിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. ജ്യോതിഷ് ജനാർദ്ദനൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചേരുകയാണ്. ജ്യോതിഷ്, ഇതിപ്പോൾ 6ാമത്തെ ദിവസത്തിലേക്ക് സമരം കടന്നതായാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പ്രതിഷേധിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ജ്യോതിഷ്? ഗൗതം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നിരാഹാര സമരം ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ഇവർ നിവേദനം നൽകിയിട്ടും ഇപ്പോൾ നടപടി ഉണ്ടായില്ല. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞാൽ അധ്യാപക വിദ്യാർത്ഥികളുടെ അനുപാതം 1:25 ആക്കുക, മാത്രമല്ല പ്രധാന അധ്യാപകർക്ക് ക്ലാസ് ചാർജിൽ നിന്ന് അവരെ ഒഴിവാക്കുക, റാങ്ക് കാലാവധി നീട്ടുക എന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. മാത്രമല്ല ഈ LPST റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഒരു നിയമനവും നടന്നിട്ടില്ല എന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റാങ്ക് ലിസ്റ്റ് നീട്ടണം, കാലാവധി നീട്ടണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി, എന്നാലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് നീണ്ട കാലങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ടാണ് തങ്ങൾ സർക്കാർ ഈ LPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയും ഇപ്പോൾ സർക്കാരോ അല്ലെ PSCയോ നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ LPST ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പരാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലേക്ക് ഇപ്പോൾ ഈ LPST റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്ന ജൂലൈ 15, അതായത് അടുത്ത ബുധനാഴ്ചയോടുകൂടി അവസാനിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തലമുണ്ടനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. കാരണം സർക്കാർ വേണ്ട പരിഗണന തങ്ങൾക്ക് നൽകുന്നില്ല, തങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു വിലയും നൽകുന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ്. കാരണം വരുന്ന ഡിസംബറിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനം പോലും നടത്താതെ വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ്. അത് ശരിയായ ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയാണ് നീട്ടേണ്ടത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണേലും ഇന്നിപ്പോൾ 6ാം ദിവസമായി ഇതിനൊരു നടപടി ഉണ്ടാകുന്നിടം വരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗതം, വ്യക്തമാണ്. ജ്യോതിഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.